പ്രഡിക്ഷൻ യെസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് നിങ്ങൾ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം മക്കളെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനൊക്കെ വേഗം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇന്ന് ഇവിടെ മാസ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ആണ് നടത്താൻ വേണ്ടി പോകുന്നത്. നാളെ നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. യെസ്, സോ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ലെസൺസ് മൗസ്ട്രോനോട്ട്, 6 ഡോട്ട്സ്, ഫ്രണ്ട് ലൈക്ക് സൈമൺ, ദ വൈ വൈ ഗേൾ. ഓക്കെ, ഇതിനകത്ത് ഹെല്ലോ ആം എ വീൽ ചെയറിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഒരുപാട് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചോദിക്കാനുള്ള സാധ്യത ഇല്ല കേട്ടോ. ഹെല്ലോ ആം എ വീൽ ചെയറും അതുപോലെ തന്നെ ഹാർട്ട് ഓഫ് വുമൺ, അത് രണ്ടും പോയംസ് ആണല്ലോ. അതിൻ്റെ അകത്ത് അങ്ങനെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനുള്ള സാധ്യത അധികം കാണുന്നില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക മൗസ്ട്രോനോട്ടിൽ നിന്നും 6 ഡോട്ടിൽ നിന്നും അതുപോലെ തന്നെ ഫ്രണ്ട് ലൈക്ക് സൈമൺ, ദ വൈ വൈ ഗേൾ, ഈ ലെസൺസിൻ്റെ അകത്തുനിന്നായിരിക്കുന്നുള്ളത് കൺഫേം ആണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ അകത്തുനിന്ന് അല്ലേ, ഫസ്റ്റ് ടേമിൽ നമുക്കറിയാം നെയിംസ് ആൻഡ് നെയിംസ്, നമ്മുടെ കുഞ്ചിയുടെ ലെസണില്ലേ നെയിംസ് ആൻഡ് നെയിംസ്, അതുപോലെ തന്നെ ചിബിയുടെ ലെസൺ, പിന്നെ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്, ഈ ലെസൺസിനകത്തുനിന്നൊക്കെ ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ജസ്റ്റ് ഒരു, അതായത് ഫസ്റ്റ് ടേമിൽ എന്തെങ്കിലും ചോദിച്ചു എന്ന് പറയാൻ വേണ്ടി ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് ഇത് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. സോ ഇതിൻ്റെ അകത്തുനിന്ന് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ നോക്കാം. മക്കളെ, ആദ്യത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു പാസേജ് കോംപ്രഹെൻഷൻ ആയിരിക്കും കേട്ടോ. അത് നമ്മൾ പഠിക്കാത്ത, ഇതുവരെ ഇന്നവരായിട്ടും കാണാത്ത ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ഒരു സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിവരണമായിരിക്കാം. അതിനെ ബേസ് ചെയ്തിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതേണ്ടി വരും. അതിൻ്റെ അകത്ത് തന്നെ മിക്കവാറും 1-2 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ABCD എന്ന് പറഞ്ഞ ചോയ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതിൻ്റെ അകത്ത് നിങ്ങൾ പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇനി കാണുന്ന ഡിസ്കോഴ്സസ് ഒക്കെ എവിടെ നിന്നായിരിക്കും എന്നുള്ളത് ഗസ് ചെയ്യാം. തോട്ട്സിന് നല്ല സാധ്യതയുള്ളൊരു ലെസൺ, നമ്മുടെ തോട്ട്സ് എഴുതാനാണെന്നുണ്ടെങ്കിൽ നല്ല സാധ്യതയുള്ള ഒരു ലെസൺ ആണ് ഏത്, ഈ പറയുന്നത് നമ്മുടെ മൗസ്ട്രോനോട്ട്, അതുപോലെ തന്നെ 6 ഡോട്ട്സ്. ബ്രെയിലിയുടെ ആ ഒരു ലെസണിൻ്റെ അകത്തുനിന്ന് കേട്ടോ, ലൂയി ബ്രെയിലിയുടെ ലെസൺ 6 ഡോട്ട്സിൻ്റെ അകത്തുനിന്ന് ഒരു തോട്ട്സ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൗസ്ട്രോനോട്ടിൽ നിന്നും എന്താണ് തോട്ട്സ് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട് കേട്ടോ. സോ മിസ് മെയിൻ ആയിട്ട് പ്രഡിക്ഷൻ പറയുന്നത് 6 ഡോട്ട്സിൽ നിന്നാണ് തോട്ട്സ് ചോദിക്കാൻ സാധ്യതയുള്ളത്. 6 ഡോട്ട്സ്. ഓക്കെ, യെസ്. ഇനി ഡയറി എൻട്രി ചോദിക്കാൻ സാധ്യതയുള്ളത് ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന് പറഞ്ഞ ലെസണിലെ മാത്യുയുടെ ഒരു ഡയറി. അതായത് അവർ ആ ഒരു ഫെയറിന് പോകുന്നുണ്ട് അല്ലേ, ഫൺ ഫെയറിന് പോകുന്നുണ്ടല്ലോ. ആ ഫൺ ഫെയറിന് പോകുന്ന സമയത്ത് അവിടെ എന്താണ് പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അല്ലേ. ഫൺ ഫെയറിന് പോകുന്ന സമയത്ത് നമ്മുടെ ഹൊറിബിൾ ഹെറ്റിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ സൈമൺ അല്ലെ നോ എന്നൊക്കെ പറയുന്നുണ്ട്. സോ അവരുടെ ആ ഒരു ട്രിപ്പിനെ കുറിച്ചിട്ട് ഒരു ഡയറി എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ മാത്യുവിന്റെ ഡയറി, ഇതാണ് മിസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് കേട്ടോ. മാത്യുവിന് ഡയറി, അതിന് നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. യെസ്, നെക്സ്റ്റ് ഇമെയിലും നിങ്ങൾക്ക് ഈ വർഷം, അതായത് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് ഇമെയിൽ ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇമെയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ്, അതായത് ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നല്ല, ഒരു പ്രഡിക്ഷൻ പറയാണ്. ഇമെയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മൊയ്നയുടെ ഇമെയിൽ എന്ന് വെച്ചാൽ മൊയ്ന അല്ലെ പഠിച്ച് വലുതായ ഒരു ടീച്ചറൊക്കെ ആയതിനു ശേഷം മൊയ്ന എന്ത് ചെയ്യാണ്, മഹാശ്വേതാ ദേവിക്ക് ഒരു മെയിൽ അയക്കാണെന്ന് വിചാരിക്കുക. സോ ആ മെയിൽ ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഇമെയിൽ ആയിട്ട് കേട്ടോ. അപ്പം മെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ലെറ്റർ പോലെ തന്നെയാണ്. അവിടെ ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക, ഒരു സബ്ജക്റ്റ് കൊടുക്കുക, അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബാക്കി ലെറ്ററുമായിട്ട് വേറൊരു ഡിഫറൻസും ഇല്ല. ഇനി ഇതാ ലെറ്റർ ചോദിക്കാൻ സാധ്യതയുള്ളത് ആരതായിരിക്കും, ആരുടെ ലെറ്റർ ചോദിക്കാനാണ് സാധ്യതയുള്ളത്? യെസ്, നമുക്ക് ലെറ്റർ വൈ വൈ ഗേളിൻ്റെ അകത്തുനിന്ന് മൊയ്നയുടെ ലെറ്റർ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 6 ഡോട്ട്സിൽ നിന്നും അല്ലേ നമ്മുടെ ലൂയി ബ്രെയിലി ഫ്രണ്ടിന് അയക്കുന്ന ഒരു ലെറ്റർ അല്ലെ, ഞാനിങ്ങനെ ഒരു സംഗതി ബ്രെയിലി സ്ക്രിപ്റ്റ് കണ്ടുപിടിച്ചു എന്നുള്ള രീതിക്ക് ഒരു ലെറ്റർ അയക്കുന്ന പോലെ അങ്ങനത്തെ ഒരു ലെറ്റർ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ ക്യാരക്ടർ സ്കെച്ചിന് എനിക്ക് 2 പ്രഡിക്ഷൻസേ ഉള്ളൂ. ഒന്ന് നമ്മുടെ സൈമൺ ആണ്. സൈമൺ ചോദിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ചോയ്സ് മൊയ്ന. ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾ നോക്കിക്കോ, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സൈമണിൻ്റെയോ അല്ലെങ്കിൽ മൊയ്നയുടെയോ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചിരിക്കും. ഇത് 100% ഞാൻ പറയും.
100% ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റൻ ആണ് എന്ത്? മൊയ്നയുടെ ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ സൈമണിന്റെ ക്യാരക്ടർ സ്കെച്ച്. ഇതിൽ ഏതെങ്കിലും ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. സോ ഇതിനൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ മിസ് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ അത് കഴിഞ്ഞ് കാണുകയാണെങ്കിൽ നമ്മൾ ഇന്ന് 16-ാം തീയതിയിലെ ഈവനിങ് ലൈവിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ കാണുക കേട്ടോ. ദെൻ നെക്സ്റ്റ് എഡിറ്റിംഗ്. യെസ്, എഡിറ്റിങ്ങിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവുക പ്രപ്പോസിഷൻസ്, ചെറിയ രീതിക്കുള്ള പ്രപ്പോസിഷൻസ്, ഇന്ന്, ഓണ്, വിത്ത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ. അതുപോലെ തന്നെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. എന്തെങ്കിലും ചെറിയ സ്പെല്ലിങ്ങിൽ ചെറിയ എറർ ഉണ്ടാവും. ഇപ്പോൾ ബ്യൂട്ടിഫുൾ ആണെങ്കിൽ ബ്യൂട്ടിഫുള്ളി എന്നുള്ളതിന് ആ 2 എല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ 2 എല്ല് മാറ്റി കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ പാസ്റ്റ് ടെൻസ്, നമ്മൾ ആ ഒരു സെൻറ്റൻസ് കിട്ടുന്ന സമയത്ത് അത് വായിച്ചു നോക്കുക. പാസ്റ്റ് ടെൻസിലുള്ളതാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പിന് ശേഷം ക്യാപിറ്റൽ ലെറ്റർ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ റീഅറേഞ്ചിങ് വേർഡ്സ്, അതായത് 2 വേർഡ്സിന്റെ ഓർഡർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചുമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, സോ അതൊന്ന് നിങ്ങൾ മാറ്റി എഴുതുക. അതായത് ഒരു വേർഡ് ഇങ്ങനെയും നെക്സ്റ്റ് വേർഡ് ഇങ്ങനെയായിരിക്കും എഴുതേണ്ട വരിക. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക. ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗും ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക കേട്ടോ. പിന്നെ വേറൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ വേറൊരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ്. മിസ്സിന് സുഖമില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുന്നത്. ഓക്കെ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പിക്ചർ കാണിക്കും. എൻ്റെ ആ പിക്ചർ നോക്കിയിട്ട് ഒരു കഥ പറയാനായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവുക. അല്ലെങ്കിൽ ആ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങളുടെ എന്താണ് ആ പിക്ചറിൽ എന്താ കാണുന്നത് എന്നുള്ളത് ചോദിക്കുമോ. അങ്ങനെ പിക്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനും കൂടെ മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. സോ ഇതൊക്കെയാണ് മിസ്സിൻ്റെ പ്രഡിക്ഷൻസ്. അപ്പോൾ ഈ പ്രഡിക്ഷൻസ് ഒക്കെ തന്നെയും അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്, കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യുക, ലൈവ് കാണുക, അതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ശ്രദ്ധിച്ചിരിക്കുക. അതേപോലെ തന്നെ ഇതിന്റെ നോട്ട്സ് നിങ്ങൾ എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യണം? ഇതപ്പോൾ ഈ വീഡിയോയുടെ താഴെയാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ക്ലാസ്സിൽ ഇനി ഇൻ കേസ് പെട്ടെന്ന് മിസ് പറഞ്ഞു പോവാണ്, ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യുക, നോട്ട്സ് അവിടെ കയറി ഡൗൺലോഡ് ചെയ്യുക. നോട്ട്സ് നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് നാളത്തെ എക്സാമിന് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക, ധൈര്യമായിട്ട് പോവുക. എക്സാം ഭയങ്കര ഈസി ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും വന്നില്ലാണെങ്കിലും എക്സാം നല്ല ഈസി ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിക്കുള്ള എക്സാം തന്നെ ആയിരിക്കും. കാരണം അത്രയും തവണ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തായാലും കുറച്ച് ക്വസ്റ്റ്യൻസ് നാളെ നിങ്ങൾ എക്സാം ഹോളിൽ കാണും. ഓക്കെ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.